അതെ, വീണ്ടും SSC-CGL തന്നെ. പ്രതിമാസം 1 ലക്ഷത്തിലധികം രൂപ ശമ്പളമുള്ള ജോലികൾ, സ്വസ്ഥതയും മനസമാധാനവുമുള്ള പോസ്റ്റുകൾ, ഇഷ്ടം പോലെ ലീവ്, പ്രമോഷനായിട്ട് സിവിൽ സർവീസുകാർക്ക് കിട്ടുന്ന അതേ പോസ്റ്റുകൾ തന്നെ കിട്ടാനുള്ള സാധ്യതകൾ. എന്നിട്ടും ക്ലിയർ ചെയ്യുന്ന മലയാളികളുടെ എണ്ണം കുറയുന്നു. എന്തുകൊണ്ട്? അഭാവം, റൈറ്റ് സ്ട്രാറ്റജിയുടെ അഭാവം. അത് മാത്രമാണ് ഇതിനുള്ള കാരണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെയായിരിക്കണം SSC-CGL ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് സ്ട്രാറ്റജി. ആ റൈറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ സ്ട്രാറ്റജി ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ഒരേ സ്ട്രാറ്റജി വർക്കൗട്ട് ആവില്ല. നമ്മളെ തന്നെ ന്യൂനതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കൃത്യമായ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ക്ലിയർ ചെയ്യാൻ പറ്റൂ, SSC-CGL എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റൂ. സോ ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏത് ടൈപ്പ് ആൾക്കാർക്കും, ബിഗിനർ ആയാലും ബിഗിനർ, മീഡിയം ലെവലിലുള്ള ആൾക്കാരാണെങ്കിൽ മീഡിയം ലെവലിലുള്ള ആൾക്കാർ, ഇനി പ്രോ ലെവലിലുള്ള ആൾക്കാരാണെങ്കിൽ പ്രോ ലെവലിലുള്ള ആൾക്കാർ, ഈ 3 ലെവലിലുള്ള ആൾക്കാർക്കും വേണ്ടി വിവിധ സ്ട്രാറ്റജികൾ എന്തൊക്കെയായിരിക്കണം അവർ സെലക്ട് ചെയ്യേണ്ട സ്ട്രാറ്റജികൾ SSC-CGL എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്നതാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് 3 ലെവലാക്കി SSC-CGL പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ തിരിക്കാം. ബിഗിനർ എന്ന് പറഞ്ഞാൽ ആരാണ് ഒരു ബിഗിനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു സിലബസ് ഒക്കെ മനസ്സിലാക്കി എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ അല്ലെങ്കിൽ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ എഴുതേണ്ടതാണ് എന്ന് മനസ്സിലാക്കി ഇതിൻ്റെ ബാക്കി സിലബസുകളും ബാക്കി കാര്യങ്ങളും ഒന്നും അറിയാത്ത ഒരാളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബിഗിനർ എന്ന് വിളിക്കാം. മിഡ് ലെവൽ ആൾക്കാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിഡ് ലെവൽ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത്, ഒരു കോച്ചിങ്ങോ അല്ലെങ്കിൽ ഒരു സെൽഫ് പ്രിപ്പറേഷൻ ഒരു റൗണ്ടെല്ലാം കഴിഞ്ഞ് നമ്മളൊരു മോക്കൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ ഒരു 100-ൻ്റെ 120-ൻ്റെ അല്ലെങ്കിൽ 110 120-ൻ്റെ ഒക്കെ റേഞ്ചിൽ കിട്ടുന്ന ഒരാൾക്കാരെ നമ്മൾ എന്ത് വിളിക്കാം? മിഡ് ലെവൽ ആൾക്കാർ എന്ന് വിളിക്കാം. പ്രോ ലെവൽ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 145+ or 150+ റേഞ്ചിൽ സ്ഥിരമായിട്ട് Tier 1 മോക്കിൽ മാർക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കാരെ നമ്മളെ പ്രോ ലെവൽ ആൾക്കാരെന്ന് വിളിക്കും. സോ ഈ 3 പേരും അഡോപ്റ്റ് ചെയ്യേണ്ടത് ഒരേ സ്ട്രാറ്റജി അല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. സോ 3 പേരും 3 ഡിഫറൻറ്റ് സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യണം. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഏറ്റവും ആദ്യം നമുക്ക് ബിഗിനേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ബിഗിനറാണ് കുറച്ച് കഴിഞ്ഞാൽ മിഡ് ലെവൽ ആൾക്കാരായി മാറുന്നത്, അവരാണ് കുറച്ച് കഴിഞ്ഞ് എന്തായി മാറുന്നത്? പ്രോ ലെവൽ ആൾക്കാരായി മാറുന്നത്. ഓക്കെ, സോ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു Tier 1-ൻ്റെ മോക്ക് എടുക്കുക. Tier 1-ൻ്റെ മോക്ക് എടുക്കുക. സോ Tier 1-ൻ്റെ നിങ്ങൾക്കറിയാം 200 മാർക്സിലാണ് നിങ്ങളെ മോക്ക്. സോ ഈ 200 മാർക്സിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടുന്നത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ഏറ്റവും തുടക്കം തന്നെ നിങ്ങൾക്ക് 120 മാർക്സിൻ്റെ കൂടുതൽ നിങ്ങൾ യാതൊരുവിധ പ്രിപ്പറേഷനും ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ചെറിയ പ്രിപ്പറേഷനോട് കൂടി തന്നെ നിങ്ങൾക്ക് Tier 1 എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. Tier 1 എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാവുന്നതാണ്. ഓക്കെ, നിങ്ങളെ മാർക്ക് ഒരു 90 റേഞ്ചിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി 1 ഇയർ പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങളെ റേഞ്ച് മാർക്ക് ഒരു 60 to 90 റേഞ്ചിലാണ് നിങ്ങളെ മാർക്കെങ്കിൽ നിങ്ങൾ 2 ഇയർ പ്ലസ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. അതിലും കുറവാണ് നിങ്ങളെ മാർക്കെങ്കിൽ 2 ഇയർ പ്ലസ് എന്നാൽ ഒരു 3 ഇയർ വരെ വരാം. ഇനി അതിലും കുറവാണ്, ഒരു 60-ൻ്റെ അടുത്ത് 50 to 60 ആണ് നിങ്ങളെ റേഞ്ച് എങ്കിൽ നിങ്ങളൊരു 3 ഇയർ വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കണം. ഈ 3 ഇയർ കൊണ്ട് കിട്ടും നല്ല ഉറപ്പ് ഞാൻ പറയുന്നത്. 3 ഇയർ ആവണം നിങ്ങൾ എന്താവണം. ഈ 150 ആണ് നമ്മളൊരു കട്ട് ഓഫ് റേഞ്ച് പറയാറ്. ഈ 150 നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് പിന്നെ Tier 2 കൂടി നിങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. ഇത് രണ്ടും കൂടി ആകുമ്പോഴത്തേക്ക് അത്രയും സമയമെടുക്കും. ഓക്കെ, അപ്പം യാതൊരുവിധ പ്രിപ്പറേഷനും ഇല്ലാതെ അല്ലെങ്കിൽ ഈ ഒരു സ്വയം സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞല്ലേ 120+ അല്ലെങ്കിൽ 130+ ഒക്കെ ചുമ്മാ പോയി മോക്കെടുത്താൽ കിട്ടുന്ന ആൾക്കാരുണ്ടാവാം. അത് വെറും 5% ബിലോ മാത്രമേ വരും. ആ 5% ബിലോ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാ കോച്ചിങ്ങോ അല്ലെങ്കിൽ എക്സ്ട്രാ റെഫറൻസോ ഒന്നും ഇല്ലാതെ അവർ തന്നെ സെൽഫ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ആ ഒരു റേഞ്ചിൽ അല്ല തുടക്കം നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഈ പരസ്യ വാഗ്ദാനങ്ങളൊക്കെ കണ്ടിട്ട് 6 മാസം കൊണ്ട് SSC ക്ലിയർ ചെയ്യാം എന്നുള്ള വാഗ്ദാനങ്ങളിലൊക്കെ കണ്ടിട്ട് നമ്മൾ ചുമ്മാ പോവുക മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലിയർ ചെയ്യാനൊന്നും പറ്റില്ല. നേരെ മറിച്ച് ഞാൻ ആ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? 6 മന്ത്സിൻ്റെ ഒരു പ്രിപ്പറേഷൻ, 3 to 4 months പ്രിപ്പറേഷൻ കൊണ്ട് ഈ 130 എന്നുള്ളത് അല്ലെങ്കിൽ 125 എന്നുള്ളത് അവർക്ക് 150+ ആക്കാൻ പറ്റും. അത് അവർക്ക് Tier 1 ക്ലിയർ ചെയ്യും. Tier 2 അതേപോലെ തന്നെ ഈസി ആയിട്ട് അവർക്ക് ഫസ്റ്റ് ചാൻസ് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. നമ്മുടെ റെയറാണ് അത് എന്ന് പറയുന്നത്. നിങ്ങളെ പലതിനും ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ വളരെ ബേസിക്കലി വളർന്നു വന്ന ഒരു സ്കൂളിങ്ങിൽ നിങ്ങൾക്ക് കിട്ടിയ സാഹചര്യം ഏതാണ്, ആ സ്കൂളിലെ ഏത് തരത്തിലുള്ള സ്റ്റാൻഡേർഡിൽ ഇംഗ്ലീഷ് ലെവലിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്, നിങ്ങൾ ചെറുപ്പം തൊട്ടേ ഇംഗ്ലീഷ് പുസ്തകം വായിക്കുന്ന ഒരാളാണോ, നിങ്ങൾക്ക് വൊക്കാബ്സ് നന്നായിട്ടുണ്ടോ, ഈ പല കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളെ ആ ഒരു മാർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഞാൻ ഈ QA മാത്രം സ്ട്രോങ് ആണ്, എൻ്റെ
ക്വാണ്ടിറ്റേറ്റീവ് നല്ല സ്ട്രോങ് ആണ്, ഇംഗ്ലീഷ് വീക്ക് ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളല്ല, നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാ ലെവലിലും ഏവറേജ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജി കെ ആയിരിക്കും കുറച്ച് കുറവുണ്ടാവുക. എല്ലാ ലെവലിലും ആവറേജിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 125 മാർക്കിൻ്റെ ഇടയ്ക്ക് അവർക്ക് ഫസ്റ്റ് ടയർ 1ൻ്റെ ഏറ്റവും ആദ്യം ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ മോക്ക് എടുക്കുക കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 6 months കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാമെന്ന് പറയാൻ പറ്റും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ടൈം അവർ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റും. നെക്സ്റ്റ് നിങ്ങളെ കറൻറ്റ് സ്റ്റാൻഡിങ്, അതാണ് ഇപ്പോൾ ഞാൻ അസസ് ചെയ്ത് തന്നത്. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾ അസർട്ടൈൻ ചെയ്യണം. 60 മാർക്കിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ 6 മാസം കൊണ്ട് 1 കൊല്ലം കൊണ്ട് അതെനിക്ക് 150 എത്തിക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് നമ്മളൊരു വാശി ഇതായിട്ടോ അല്ലെങ്കിൽ അതില്ലെങ്കിൽ ഞാനിത് നിർത്തിപ്പോവും, SSC എക്സാമിനേഷൻ നിർത്തിപ്പോവും എന്നൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും തുടക്കം തന്നെ ഇത്രയും ഒരു ടൈം പീരീഡ് പറഞ്ഞത്. ഇതിൻ്റെ അർത്ഥം അത്രയും എടുക്കും നിങ്ങൾ ക്ലിയർ ചെയ്യാമെന്നല്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു നോർമൽ ടൈം നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ടൈം നിങ്ങളെടുക്കും ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ നോർമലി. അത് എക്സെപ്ഷണലായിട്ട് കുറേ കേസുകൾ വേറെയും വരും, നിങ്ങൾ തന്നെ എഫേർട്ട് ഇടുന്നതിനനുസരിച്ച് അതൊക്കെ കുറഞ്ഞു വരും. എന്നാലും നമ്മൾ ഹയർ എൻഡിൽ പറയുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ മോണിറ്റർ ചെയ്യുക, ടൈം എത്രത്തോളം ടൈം നിങ്ങൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണം എന്നുള്ളതാക്കുക. ആൻഡ് ഓൾവേസ് റിമെമ്പർ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. വളരെ സാവധാനം മാത്രമേ നമുക്ക് ഓരോരോ ലെവലിലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഓക്കെ, സോ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം അണ്ടർസ്റ്റാൻഡ് ദ എക്സാം സ്ട്രക്ചർ ആൻഡ് സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, എക്സാം സ്ട്രക്ചർ മനസ്സിലാക്കുക. എക്സാം സ്ട്രക്ചർ ഒന്നും ഞാൻ ഇതിനെപ്പറ്റി പറയുന്നില്ല. T1 + T2 2 ടയറുകളാണുള്ളത്. 2 ടയറിലും നിങ്ങൾക്ക് ടോട്ടൽ 4 സാധനങ്ങളാണ് പഠിക്കാനുള്ളത്. നിങ്ങൾക്കറിയാം, QA, റീസണിങ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് GK. ഈ 4 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ 2 കാര്യത്തിലും പഠിക്കാനുള്ളത്. അപ്പോൾ അതാണ് നിങ്ങളുടെ സിലബസ്, ഇൻഡിക്കേറ്റീവ് സിലബസ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലുണ്ടാവും. അത് നോക്കിയിട്ട് നിങ്ങൾ സിലബസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, എക്സാം സ്ട്രക്ചറും മനസ്സിലാക്കുക. എന്നിട്ട് ഇതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്, ചൂസ് ദ റൈറ്റ് സ്റ്റഡി മെറ്റീരിയൽസ്. എന്ത് പഠിക്കണ്ട എന്നതാണ് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. എന്ത് പഠിക്കണ്ട, നമുക്ക് ഇഷ്ടം പോലെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതായത് ബാങ്ക് ക്ലർക്സിൻ്റെ പ്രിലിംസ് ലെവൽ തൊട്ട് നമുക്ക് കാറ്റിൻ്റെ ലെവൽ വരെയുള്ള മെറ്റീരിയൽ, അല്ലെങ്കിൽ NDA കാറ്റിൻ്റെ ലെവൽ വരെയുള്ള മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ SSCക്ക് ചോദിക്കേണ്ട കറക്റ്റ് ടൈപ്പ് മെറ്റീരിയൽ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിലൊരിക്കലും നിങ്ങൾ ഓവർ ഹയർ ലെവലിലേക്ക് പോകരുത്, ഓവർ ലോവർ ലെവലിലേക്കും പോകരുത്. സോ ചൂസ് ദ കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽ. അതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് തെറ്റിപ്പോയാൽ എല്ലാം തെറ്റും. ഇത് ശരിയായി കഴിഞ്ഞാൽ ഓക്കെയാണ്. മെറ്റീരിയൽ നിങ്ങൾ സെലക്ട് ചെയ്തു. ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം. സ്റ്റഡി പ്ലാൻ പല രീതിയിൽ ഉണ്ടാക്കാം. നിങ്ങളായിട്ട് സ്വയം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. നേരെ മറിച്ച് ഓൾറെഡി സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ, അത് യൂട്യൂബ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കോച്ചിങ് ക്ലാസ്സുകളിൽ ചേർന്നിട്ടോ നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ എന്താ മെച്ചമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി ക്ലിയർ ചെയ്ത ആൾക്കാർ അവരെല്ലാം ഇതെല്ലാം ചകഞ്ഞ് പഠിച്ചതിന് ശേഷം ഒരു സ്റ്റഡി പ്ലാനോ അല്ലെങ്കിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പ്ലാൻ നിങ്ങൾക്ക് ആരെങ്കിലും ഗൈഡൻസ്, ഒരു മെൻറ്റർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ മെൻറ്ററിൻ്റെ കറക്റ്റ് ഗൈഡൻസിനനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്ത് ഓരോന്നിനും എന്താണ് നമ്മൾ സ്റ്റഡി പ്ലാൻ കണ്ടെത്തി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സമയം നഷ്ടമാവും. ഓക്കെ, നൗ ഫോക്കസ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്. സോ QA + റീസണിങ് നമുക്കറിയാം ഒരു മാത്സ് റിലേറ്റഡ് സംഭവങ്ങളാണ്. അപ്പോൾ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞു, നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ മാത്സ് ബാക്ക്ഗ്രൗണ്ട് കുറവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ള മാർക്ക് കുറവായിരിക്കും. അതായത് അത് ഇമ്പ്രൂവ് ചെയ്യുന്നത് ഇപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അതായത് +1 +2 സയൻസ് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത്, ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് അതിനൊരു ബാക്ക്ഗ്രൗണ്ടോ അല്ല അതിനോട് താല്പര്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതലായിരിക്കും. താല്പര്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇമ്പ്രൂവ് ചെയ്യും. പക്ഷേ ആ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു റേഷ്യോ അല്ലെങ്കിൽ അത് മറ്റവരെ സംബന്ധിച്ചിടത്തോളം, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ കുറവായിരിക്കും. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, അതങ്ങനെയാണ്, അത് ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം QAയ്ക്കും അതേപോലെ തന്നെ റീസണിങ്ങിനും കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. അതെങ്ങനെ പഠിക്കുക എന്നുള്ളത് ഞാൻ പറയാം, നെക്സ്റ്റിൽ പറയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ. ഇംഗ്ലീഷിനാണ് നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. 135 മാർക്സാണ് ഇംഗ്ലീഷിൻ്റെ വെയിറ്റേജ്. മുമ്പ് 2022 വരെയുള്ള എക്സാമിനേഷനിൽ QA + ഇംഗ്ലീഷ് ഇത് രണ്ടുമായിരുന്നു മെയിനായിട്ടുള്ളത്. 200 മാർക്ക് ഇംഗ്ലീഷും 200 മാർക്ക് QA ആയിരുന്നു. അപ്പം QA സ്ട്രോങ് ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ 195 മാർക്ക് QAക്ക് വാങ്ങി. ഇംഗ്ലീഷിന് ഏവറേജ് ആയാലും അയാൾ ക്ലിയർ ചെയ്യായിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സ്ട്രോങ് ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിന് ടോപ്പ് വാങ്ങിയിട്ട് QA കുറച്ച് വാങ്ങിക്കഴിഞ്ഞാൽ അതും അയാൾ ക്ലിയർ ചെയ്യായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഓൾമോസ്റ്റ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ് വിത്ത് മോർ പ്രിഫറൻസ് ടു ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്.
ആൻഡ് ഇംഗ്ലീഷ് ഇസ് എ ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആണ്. ആ ലാംഗ്വേജ് നിങ്ങൾക്ക് 1-2 ദിവസം കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ കൃത്യമായ പ്ലാനോട് കൂടി ഡെയിലി നമ്മളൊരു 2 to 3 hours or 3 to 4 hours നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് കാണണമെങ്കിൽ ഒരു 6 months എടുക്കും. അത് നിങ്ങൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജ്, അതാണ് ഏറ്റവും തുടക്കം ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു 125 മാർക്കിൻ്റെ മുകളിലുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജ് എന്തായാലും കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിന് പ്രത്യേകിച്ച് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ആ സമയം കൂടി QA പ്ലസ് റീസണിങ്ങിന് കൊടുക്കാൻ പറ്റും, അവർക്ക് വേഗം ക്ലിയർ ചെയ്യാൻ പറ്റും. നമ്മൾ QAക്കും അതേപോലെ തന്നെ ഇംഗ്ലീഷിനും വീക്ക് ആണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ഉണ്ടാക്കി കൊണ്ടുവരണം, QAയും നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരണം. അതിനനുസരിച്ച് നമ്മൾ സമയം എടുക്കും എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുക. സമയമെടുക്കും എന്നത് ആക്സെപ്റ്റ് ചെയ്യാതെ ഈ ഒരു മേഖലകളിലേക്ക് അല്ലെങ്കിൽ SSCയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓക്കെ SSC CGL 2024 എക്സാം ഞാൻ നോക്കാം, അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിർത്താം, ഒരു കാര്യമില്ല. അത് 24 ചിലപ്പോൾ നോക്കേണ്ടി വരും, ചിലപ്പോൾ 25 നോക്കേണ്ടി വരും, അത് കഴിഞ്ഞ് 26 നോക്കേണ്ടി വരും. ഇതിന് വേണ്ടി തയ്യാറെടുത്ത് ഞാൻ ഈ പറഞ്ഞ ഏത് ലെവലിലാണോ നിങ്ങൾ നിൽക്കുന്നത് അത്രയും ഇയേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് തയ്യാറെടുത്ത് വന്നാൽ മാത്രമേ ഇതിൽ നിങ്ങൾ നിരാശപ്പെടാതിരിക്കൂ, ഇല്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെടും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഓഫീസിൽ ഈ അടുത്ത് ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ട് ജോയിൻ ചെയ്തൊരു കുട്ടി അവരുടെ 7th അറ്റംപ്റ്റിലാണ് ജോയിൻ ചെയ്തത്. 7th അറ്റംപ്റ്റ്. അവൾ 6 വർഷമായി അവൾ പ്രിപ്പയർ ചെയ്യുന്നു. പക്ഷേ 6ാമത്തെ വർഷം അവൾക്ക് കിട്ടിയത് ഏറ്റവും ക്രീം പോസ്റ്റാണ്. അവർ 5ാമത്തെ വർഷം അവൾ നിർത്തിപ്പോയിരുന്നു. 5ാമത്തെ വർഷം അവൾക്ക് തൊട്ട് മുന്നേ ഒരു ടാക്സ് അസിസ്റ്റൻറ്റ് പോസ്റ്റ് കിട്ടി, 6ാമത്തെ വർഷം ഇതും കിട്ടി. അപ്പോൾ 5ാമത്തെ വർഷം അല്ലെങ്കിൽ 4ാമത്തെ വർഷം അവൾ നിർത്തിപ്പോയിരുന്നെങ്കിൽ അവൾക്ക് കിട്ടില്ലായിരുന്നു. അവൾ പിന്നീട് അങ്ങോട്ടുള്ളൊരു 10-60 വർഷം അല്ലെങ്കിൽ 10-50 വർഷത്തോളം ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ എത്തിപ്പോവായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ടൊരു 10-55 വർഷം എല്ലാമുള്ളൊരവസ്ഥയിൽ ജീവിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ നോർത്ത് ഇന്ത്യൻസും തമ്മിലുള്ള ബേസിക് വ്യത്യാസം. അവർ അത് കിട്ടുന്നത് വരെ മെനക്കെടും, നമ്മളൊരു 2 years മെനക്കെടും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ചെറിയ വൈറ്റ് കോളർ ജോബ് കിട്ടും, അതിന് പോകും, സാറ്റിസ്ഫൈഡ് ആവും. ഇതാണ് നമ്മളെ വ്യത്യാസം. നമ്മൾക്ക് സാധ്യതകൾ കുറയുന്നത്. ഏറ്റവും വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പം സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ പത്രത്തിൽ വായിച്ചറിയാം, പലരും 5ാമത്തെ 6ാമത്തെ അറ്റംപ്റ്റിലാണ് ക്ലിയർ ചെയ്യുന്നത്. ഒരുവിധം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ, എനിക്കറിയാവുന്ന പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെല്ലാം 6 അറ്റംപ്റ്റും കഴിഞ്ഞിട്ടാണ് ഇത് നിർത്തുന്നത്. ഓക്കെ, കിട്ടുന്നതും 5ാമത്തെ 6ാമത്തെ അറ്റംപ്റ്റിലാണ് പലർക്കും ഉള്ളത്. പക്ഷേ SSCക്ക് അങ്ങനെയാണോ? ഇല്ല. നമ്മളൊരു മാക്സിമം 3 അറ്റംപ്റ്റ് വരെ പോകും, 4ാമത്തെ അറ്റംപ്റ്റ് നമ്മൾ എടുക്കില്ല. എന്നാൽ 3 അറ്റംപ്റ്റ് വരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ടൈമും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സാധനവും വേസ്റ്റ് ആവുകയാണ്. ശരിക്കും നമ്മൾ ആ ഒരു കട്ട് ഓഫിൻ്റെ അടുത്ത് 3 അറ്റംപ്റ്റ് വരെ ആകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടാവും. അത് 4ാമത്തെ അറ്റംപ്റ്റിൽ ശരിക്കും കട്ട് ഓഫ് ക്ലിയർ ചെയ്യും. അതുകൂടി വെയിറ്റ് ചെയ്യാനുള്ള ഒരു സമയം നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനോ നമ്മുടെ നാട്ടുകാരുടെയോ പ്രഷർ കൊണ്ട് നമുക്ക് ഇല്ല. അതാണ് ബേസിക്കലി സംഭവിക്കുന്നത്. സോ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഏറ്റവും ബേസിക്കലി നോക്കി. ഏറ്റവും ആദ്യം നിങ്ങൾ റിട്ടയർമെൻറ്റ് മോക്ക് എടുത്ത് ഈ കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം ഇതൊരു ബേസിക് പ്ലാനാണ്. ഓക്കെ, ഹും ഷുഡ് ഐ ഫോളോ? എനി അച്ചീവർ. ഞാൻ ആരെ ഫോളോ ചെയ്യണം? ആരെ സ്റ്റഡി പ്ലാൻ ഞാൻ ഫോളോ ചെയ്യണം? അതാണ് കൃത്യമായ ചോദ്യം. ആരെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യണം എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻസ്. അതായത് ഓക്കെ, നിങ്ങൾ പല ഇൻ്റർവ്യൂസും കണ്ടിട്ടുണ്ടാവും. ആ ഇൻ്റർവ്യൂസിൽ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഇത്ര സമയം QA പഠിച്ചു, ഇത്ര സമയം റീസണിങ് പഠിച്ചു, ഞാൻ 8 മണിക്കൂറേ പഠിച്ചിട്ടുള്ളൂ, ഞാൻ 10 മണിക്കൂർ പഠിച്ചു, ഞാൻ ഇംഗ്ലീഷിന് 1 മണിക്കൂറേ കൊടുത്തിട്ടുള്ളൂ, ഞാൻ GK കൂടുതൽ സമയം പഠിച്ചു. ഈ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതൊന്നുമല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ടയർ 1ൻ്റെ മോക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എവിടെയാണ് വീക്ക് എന്നുള്ളത്. ഇംഗ്ലീഷിലാണോ നമ്മൾ വീക്ക്, GK പോട്ടെ, QAയിലാണോ നമ്മൾ വീക്ക്, ഈ 2 കാര്യങ്ങളിലാണോ നമ്മൾ വീക്ക് എന്നുള്ളത് നമുക്കറിഞ്ഞിരിക്കും. അപ്പം നമ്മൾ QAയിൽ വീക്കാണെങ്കിൽ QAയിൽ വീക്കായിട്ട് SSC ക്ലിയർ ചെയ്ത ഒരാളെ സ്റ്റഡി പ്ലാൻ നമുക്ക് ഫോളോ ചെയ്യണം. ഇംഗ്ലീഷ് വീക്കാണെങ്കിൽ ഇംഗ്ലീഷിൽ വീക്കായിട്ട് SSC ക്ലിയർ ചെയ്ത ഒരാളുടെ സ്റ്റഡി പ്ലാനാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. QAയും ഇംഗ്ലീഷും വീക്കാണെങ്കിൽ ആ ലെവലിലുള്ള ക്ലിയർ ചെയ്ത ഒരാളുടെ സ്റ്റഡി പ്ലാനാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇതല്ലാതെ നമ്മൾ വീക്കായ ഒരു സബ്ജക്റ്റിൽ സ്ട്രോങ് ആയ ഒരാളുടെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താൽ നമ്മൾ ഒരിക്കലും SSC ക്ലിയർ ചെയ്യില്ല. ഓക്കെ, നൗ ഷുഡ് ഐ ഇൻക്ലൂഡ് ജനറൽ നോളജ് ഇൻ മൈ ഏർലി പ്രിപ്പറേഷൻ? നിങ്ങളെ മാർക്ക് 120 എത്തുന്നത് വരെ നിങ്ങൾ GK തുടരരുത്. GK തുടരേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് GK ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം ബാക്കിയുള്ള 3 ഏരിയകളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. GK നിങ്ങൾ 2 hours ഡെയിലി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 1-2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2-3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കി 3 ഏരിയകൾ സ്ട്രോങ് ആക്കുക. നിങ്ങൾക്ക് 120ൻ്റെ മുകളിൽ സ്ഥിരമായിട്ട് നിങ്ങൾ കടക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നിങ്ങൾ എന്തിനു ഫോക്കസ് ചെയ്യാൻ തുടങ്ങുക? GKക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങുക. സോ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം, ബിഗിനർ പല ടൈപ്പിലുള്ള ബിഗിനർ ഉണ്ട് കേട്ടോ. പ്രോ ലെവൽ ബിഗിനർ തന്നെ ഞാൻ പറഞ്ഞ 125-130 കിട്ടുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലത്. ഒരു ബിഗിനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90, നോർമലി ആ റേഞ്ചിലാണ് പലർക്കും കിട്ടുക. ഒരു 100ൻ്റെ താഴെ ആ ഒരു മാർക്കാണ് പലർക്കും ഒരു ബിഗിനർ ലെവലിൽ കിട്ടുക. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യത്തെ ഒരു കുറച്ച് മാസങ്ങളിൽ നിങ്ങൾ ബാക്കി 3 ഏരിയ ഫോക്കസ് ചെയ്യാനാണ് ഉപയോഗിക്കേണ്ടത്. കാരണം ഒരു ദിവസം തന്നെ നിങ്ങൾക്കൊരു 10 മുതൽ 12 മണിക്കൂർ വരെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ സ്പെൻഡ് ചെയ്യുന്ന സമയം നിങ്ങൾ GKക്ക് ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ സ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അധികം ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാൻ ഒരു തരത്തിലില്ല. നിങ്ങൾ അതായത് ഫോർ എക്സാമ്പിൾ
നിങ്ങൾ മോഡേൺ ഹിസ്റ്ററിയിൽ 20,000 ക്വസ്റ്റ്യൻ പഠിച്ചെന്ന് വിചാരിക്കാം, എന്നാലും അതിൻ്റെ പുറത്തുള്ള ഒരു ക്വസ്റ്റ്യൻ വരാം. നേരെ മറിച്ച് ബാക്കി 3 ടോപ്പിക്കുകൾ അങ്ങനെയല്ല. അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിന് റിസൾട്ട് ഉണ്ടാവും, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. മറ്റത് നമുക്ക് ഒരിക്കലും GK പറയാൻ പറ്റില്ല അത് എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് വരിക എന്നുള്ളത്. സോ ആദ്യത്തെ ഒരു തുടക്കത്തിൽ കുറച്ച് സമയം നിങ്ങളൊരു ബിഗിനർ ലെവലിൽ നിന്ന് മാറി മിഡ് ലെവലിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ GKക്ക് എന്ത് ചെയ്യേണ്ട, ഫോക്കസ് ചെയ്യേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, നീഡ് എ കോച്ചിങ്. അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. നീഡ് എ കോച്ചിങ്. ഈ കോച്ചിങ് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോച്ചിങ് നിങ്ങളെ സമയം കുറയ്ക്കും. അതായത് ഒരു വെൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തുള്ള കോച്ചിങ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അവിടെ ഒരു പ്രോപ്പർ മെൻറ്റേഴ്സ് ഉണ്ടാവും, ഇത് ക്ലിയർ ചെയ്ത ആൾക്കാരുണ്ടാവും, അവരെ പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടാവും. സോ നിങ്ങൾ എന്താക്കുക, നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ അവിടുന്ന് സെറ്റ് ആവും. ബാക്കി നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി ഇതില്ലെങ്കിൽ, ഇത് വേണമെന്ന് ഒരിക്കലും നിർബന്ധമല്ല, ഇതില്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് പലരുടെയും നിങ്ങൾ അതേ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ ആരാന്ന് കണ്ടുപിടിക്കണം, അവരുടെ സ്റ്റഡി പ്ലാൻ നോക്കണം, അത് ഫോളോ ചെയ്യണം. അപ്പോഴും പലതും മിസ് ഔട്ട് ആവും. സോ ഇത് മിസ് ഔട്ട് ആവാതെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ വേണമെന്ന് നിർബന്ധമല്ല. പക്ഷേ നിങ്ങളെ സമയം വല്ലാതെ ഈ പ്രോപ്പർ ആണെങ്കിൽ, കോച്ചിങ് പ്രോപ്പർ ആണെങ്കിൽ അത് കുറയ്ക്കും, അത് ഹെൽപ്ഫുൾ ആവും. ഇതാണ് ഒരു ബിഗിനർ ലെവലിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അപ്പോൾ ബിഗിനർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സിലബസ് കവർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം. സിലബസ് കവർ ചെയ്യുക, പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക. ഇംഗ്ലീഷിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. ബാക്കി Q&A സംബന്ധിച്ചിടത്തോളം, റീസണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് കവർ ചെയ്യുക, സിലബസ് കവർ ചെയ്യുക. സിലബസിനോട് പ്രോപ്പറായിട്ട് സിലബസ് ക്ലാസ് കാണണം. എവിടെ നിന്നാണെങ്കിലും നിങ്ങൾ ക്ലാസ് കാണണം. യൂട്യൂബിൽ നിന്നാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് ക്ലാസ് കാണണം. ക്ലാസ് കണ്ടിട്ട് അതിൻ്റെ ഹോംവർക്കുകളും ബാക്കി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഇത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. അപ്പം ആ ഒരു സിലബസ് കവർ ചെയ്യുക, ഇംഗ്ലീഷിൻ്റെയും Q&Aൻ്റെയും റീസണിങ്ങിൻ്റെയും സിലബസ് കവർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിഗിനർ ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോഴത്തേക്ക് നിങ്ങളൊരു മിഡ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും. നിങ്ങളൊരു 100 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യുന്ന, 100 മുതൽ 120 മാർക്ക് വരെ, 110ൻ്റെ മാർക്ക് വരെ നിങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ലെവൽ മുതൽ നമ്മൾ എന്തെന്ന് പറയാം, മിഡ് ലെവൽ എന്ന് പറയാം. 110, 120 മാർക്ക് മുതൽ നിങ്ങളൊരു മിഡ് ലെവലിൽ എത്തിയ ആളാണ്. സോ മിഡ് ലെവലിൽ എത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യേണ്ടത് അനലൈസ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നിങ്ങൾ ഒരു ബേസിക് സിലബസ് മൊത്തം കവർ ചെയ്തു. സിലബസ് മൊത്തം കവർ ചെയ്തതിന് ശേഷം അതിലേതാണ് നിങ്ങളെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ, ഏതാണ് നിങ്ങൾ വീക്ക് ഏരിയ, നിങ്ങൾ രണ്ടും ആവറേജ് ആണോ നിങ്ങൾ സെലക്ട് ചെയ്യണം. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ടൈം ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ വീക്ക് ആണെങ്കിൽ 4 മണിക്കൂർ നിങ്ങൾ ഇംഗ്ലീഷിൽ കൊടുക്കണം. ഇംഗ്ലീഷിനും QAക്കും വീക്ക് ആണെങ്കിൽ നിങ്ങൾ 4 മണിക്കൂർ ഇംഗ്ലീഷിനും 4 മണിക്കൂർ QAക്കും കൊടുക്കണം. റീസണിങ്ങിന് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കൊടുക്കണം. അപ്പോഴത്തേക്ക് ഒരു ദിവസത്തെ സമയമായി. അപ്പോൾ അതൊന്ന് റെഡിയായി വന്നിട്ട് ഒരു 3 മണിക്കൂറിന് ശേഷം പിന്നെ ഇത് മാറ്റണം, അല്ലെങ്കിൽ ഒരു 3 മാസത്തിന് ശേഷം നിങ്ങളിത് പിന്നെ ഇത് മാറ്റണം. ഓക്കെ, സോ ഫോക്കസ് ഓൺ യുവർ വീക്കർ ഏരിയ. നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള താല്പര്യം വരിക. നമ്മൾ മാത്സിൽ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് മാത്സ് വീണ്ടും അങ്ങോട്ട് പോയി പഠിക്കാൻ തോന്നും. ഇംഗ്ലീഷ് വീക്ക് ആണെങ്കിൽ അത് അവിടെ ഇടും. അങ്ങനെയല്ല വേണ്ടത്. മാത്സ് സ്ട്രോങ്ങും ഇംഗ്ലീഷ് വീക്കാണ്. ഇംഗ്ലീഷ് നിങ്ങൾ കൂടുതൽ പഠിക്കണം, മാത്സ് നിങ്ങൾക്ക് കുറച്ച് പഠിച്ചാൽ മതി. ഇത് രണ്ടും ആവറേജ് ആണ്. രണ്ടും പ്രോപ്പറായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, സെക്ഷൻ വൈസ് ആയിട്ട് ടാർഗറ്റ് സെറ്റ് ചെയ്യണം. സെക്ഷൻ വൈസ് ആയിട്ട് ടാർഗറ്റ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ QAക്ക് നമുക്ക് കിട്ടുന്നത് 17 ക്വസ്റ്റിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അത് 20ലേക്ക് എത്തിക്കണം. അതുപോലെ തന്നെ RAക്ക് 15 ക്വസ്റ്റിനെ കിട്ടുമെന്ന് വെച്ചാൽ 20ലേക്ക് എത്തിക്കണം. അങ്ങനെ സെക്ഷൻ വൈസ് ആയിട്ട് നമ്മൾ എന്ത് ഫിക്സ് ചെയ്യാം, ടാർഗറ്റ് ഫിക്സ് ചെയ്യാം. എന്നിട്ട് 145 പ്ലസിലേക്ക് എത്തിക്കാൻ നോക്കുക. 120 നിന്ന് 145 പ്ലസ് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 മാർക്ക് ഉള്ളെങ്കിലും അതിന് ഒരുപാട് സമയം എടുക്കുന്ന കാര്യമാണ്. 120 നിങ്ങൾ എത്തിയ ഒരാൾ 140ൻ്റെ മുകളിലേക്ക് കിടക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ 1 ഇയർ എടുക്കും. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അത്ര എടുക്കുന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ചിലർക്ക് 6 months കൊണ്ട് ക്ലിയർ ചെയ്യും. പക്ഷേ നമ്മളൊരു മിനിമം ഒരു ടൈം പറയുന്നത് 120 നിന്ന് ഒരു 140 പ്ലസ് ഒരു പ്രോപ്പർ സ്ട്രാറ്റജി വെച്ച് പഠിക്കുകയാണെങ്കിൽ 120 നിന്ന് ഒരു 115 എടുത്ത് എത്തുന്നെങ്കിൽ ഒരു 30 മാർക്കിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മളൊരു 1 ഇയർ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അത് പ്രോപ്പറായിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എന്തായാലും 145 പ്ലസ് കിടക്കും. ഓക്കെ, റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. അതിന് യാതൊരുവിധ സംശയവുമില്ല. നിങ്ങളെ വീക്കർ ഏരിയ ഏതാണ് നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ ഫോക്കസ് ചെയ്യാം. അതൊക്കെ എങ്ങനെ പഠിക്കുക എന്നുള്ളത് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം. നെക്സ്റ്റ് QA, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ എങ്ങനെ കവർ ചെയ്യാം. സോ നിങ്ങളൊരു ബിഗിനർ ലെവൽ കഴിഞ്ഞു. നിങ്ങളൊരു മിഡ് ലെവൽ എത്തിയിട്ട് നിങ്ങളൊരു മോക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 110 മാർക്ക് ഉണ്ട്. അതിൽ QAൻ്റെ മാർക്ക് നിങ്ങളത് ഒരു 15 ക്വസ്റ്റിനെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് 30 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങളൊരു 4 മണിക്കൂർ QAക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഏതെങ്കിലും ലൈവായിട്ട് അല്ലെങ്കിൽ സെക്ഷൻ വൈസ്, ടോപ്പിക് വൈസ്, ഇപ്പോൾ ആവറേജ് ആണ്, പെർസെൻറ്റേജ് ആണ്, അല്ലെങ്കിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ടോപ്പിക് വൈസ് ആയിട്ട് മോക്ക് നിങ്ങൾ എടുക്കണം. ടോപ്പിക് വൈസ് മോക്ക്, അതായത് 30 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 25 ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു 5 മിനിറ്റ് കുറച്ച് സെറ്റ് ചെയ്യുക. എന്നിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾ എന്തെടുത്തുകൊണ്ടിരിക്കുക, മോക്ക് എടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ അതേതോ ആവട്ടെ,
ഞാനൊരു ബിഗിനർ ലെവൽ കഴിഞ്ഞുള്ള സംബന്ധിച്ചിടത്തോളം പറയുന്നത് അതേതോ ആവട്ടെ, നിങ്ങൾക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യൻ നോയിങ്ങിലി ഓർ അൺനോയിങ്ങിലി നിങ്ങൾ തെറ്റിച്ചു ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ മാറ്റി വേറൊരു ബുക്കിലേക്ക് മാറ്റി എഴുതണം. ആ ബുക്കിൽ അതിൻ്റെ ആൻസറോ നിങ്ങൾ ഷോർട്ടായിട്ടുള്ള ആൻസറോ എഴുതി വെക്കുക. ഇങ്ങനെ ഒരു സെക്ഷൻ കവർ ചെയ്യുക, അടുത്ത സെക്ഷനിലേക്ക് പോവുക, പെർസെൻറ്റേജിലേക്ക് പോവുക. ആവറേജ് കഴിഞ്ഞാൽ പെർസെൻറ്റേജിലേക്ക് പോവുക, പെർസെൻറ്റേജ് കഴിഞ്ഞാൽ റേഷ്യോയിലേക്ക് പോവുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പുസ്തകം ഉണ്ടാകും. കാരണം ഒരു പുസ്തകത്തിൽ നിങ്ങൾക്ക് 2-3 ടോപ്പിക്ക് മാത്രമേ വലിയ പുസ്തകങ്ങൾ വാങ്ങുക, കോളേജ് നോട്ട് ബുക്സ് പോലുള്ള വലിയ പുസ്തകങ്ങൾ വാങ്ങുക. അതിൽ 2-3 ഇപ്പോൾ ആവറേജിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10-300 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു, അതിൽ അറിയാത്തൊരു 50 ക്വസ്റ്റ്യൻ ഉണ്ട്, 50 ക്വസ്റ്റ്യനിലേക്ക് മാറ്റി എഴുതുക. വീണ്ടും അറിയാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ആവറേജിലേക്ക് വരും. അപ്പോൾ അതിനുള്ള സ്പേസ് കൂടി നിങ്ങൾ ഒഴിവാക്കിയിടണം. ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ 2 സെക്ഷൻ ഡീൽ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഒരു 10 ബുക്കെങ്കിലും QAക്ക് ചിലപ്പോൾ നിങ്ങൾ വാങ്ങേണ്ടി വരും, ഒരു കുഴപ്പമില്ല. എന്നിട്ടൊരു 3 സെക്ഷൻ നിങ്ങൾ ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾ മോക്ക് എടുത്തതിന് ശേഷം ഈ ബുക്ക് നിങ്ങൾ റിവിഷൻ ബുക്കാണ്. അപ്പോൾ ഓരോ ടോപ്പിക്കും കഴിയുമ്പോൾ ഇത് നിങ്ങൾ റിവൈസ് ചെയ്തിരിക്കണം. ഈ ബുക്ക് നിങ്ങൾ റിവൈസ് ചെയ്തിരിക്കണം. അതായത് പിന്നീട് നിങ്ങൾക്കുള്ള റിവിഷൻ ബുക്ക് ഈ ബുക്കാണ് റിവിഷൻ ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 3 ടോപ്പിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഈ റിവിഷൻ ബുക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. 3 ടോപ്പിക്ക് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് മറന്നു പോകാതിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ടൊരു 4 മണിക്കൂർ ഒരു ദിവസം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മൊത്തം കവർ ചെയ്യാൻ പറ്റും. പ്രൊവൈഡഡ് നിങ്ങൾ ഒരു ടോപ്പിക്ക് ഇപ്പോൾ ആവറേജ് ആണെങ്കിൽ ആ ടോപ്പിക്കിൻ്റെ ഒരു 360 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ മിനിമം ചെയ്തിരിക്കണം. 350 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ മിനിമം ചെയ്തിരിക്കണം. അത് കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആയിരിക്കണം. 2010 മുതൽ 2024 വരെ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ കവർ ചെയ്തിരിക്കണം. അതിൽ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ ആ 350 ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്തിരിക്കണം. ഓക്കെ, സെക്കൻഡ് റൗണ്ട് എന്ന് പറയുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് ഈ റിവിഷൻ ബുക്ക് നോക്കിയാൽ മതി. കൂടുതൽ നോക്കേണ്ടി വരും ഡെഫിനറ്റ്ലി. അപ്പോൾ 4 മണിക്കൂർ നിങ്ങൾ എന്തായാലും സ്പെൻഡ് ചെയ്യാം. അപ്പോൾ അതിന് മാർക്ക് കൂടുതലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ 4 മണിക്കൂർ 2 മണിക്കൂർ ആക്കാട്ടോ, അതിനൊന്നും പ്രോബ്ലം ഇല്ല. സോ ഇങ്ങനെയാണ് QA നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലാംഗ്വേജിൽ നല്ല സ്കില്ലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഏറ്റവും ആദ്യത്തെ മോക്ക് തൊട്ട് അവസാനത്തെ മോക്ക് വരെ അവർക്ക് 50-ൽ 42 മുതൽ 50 വരെയുള്ള മാർക്ക് അവർക്ക് കിട്ടും. അതങ്ങനെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പറ്റി ബേസിക്സ് വളരെ കുറവുള്ള ആളെ സംബന്ധിച്ചിടത്തോളം എക്സാം ഈസി ആവുകയാണെങ്കിൽ ഇംഗ്ലീഷിന് മാർക്ക് കിട്ടും, 40ൻ്റെ മുകളിൽ കിടക്കും. എക്സാം ടഫ് ആണെങ്കിൽ അത് 20-25 അടുത്തേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരിക്കലും ടയർ 2 ക്ലിയർ ആവില്ല. കാരണം Tier 2 എന്ന് പറയുന്ന 45 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിനുണ്ട്. അവിടെ ഒരുപാട് തെറ്റുകൾ വരാം. Tier 1 വരുന്നത് പോലെയല്ല. അവർ കൃത്യമായ പ്ലാനോട് കൂടി ഇംഗ്ലീഷ് ഫോക്കസ് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് ഈ പ്രസൻറ്റേഷൻ്റെ ലാസ്റ്റ് പറഞ്ഞു തരാം. റീസണിങ് അബിലിറ്റി എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ബുക്സ് ഒന്നും വേണ്ട, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാൽ എന്നാണ് പറയുക. അതും ഞാൻ QAനെ പറ്റി പറഞ്ഞതുപോലെ നിങ്ങളൊരു 2 hours ഡെയിലി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യണം. റീസണിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട്. തെറ്റിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റിക്കുന്നത് മൊത്തം ഒരേ ടോപ്പിക്കിലെ സാധനമായിരിക്കും തെറ്റിക്കുക. അപ്പോൾ സീരീസ് മിസ്സിംഗ് നമ്പേഴ്സാണ് നമ്മൾ തെറ്റിക്കുന്നത് വെച്ചാൽ എല്ലാ ടോപ്പിക്കിലും മിസ്സിംഗ് നമ്പേഴ്സ് നമ്മൾ തെറ്റിക്കും. ഫിഗർ സീരീസ് ആണെങ്കിൽ ഫിഗർ സീരീസ് തെറ്റിക്കും. സോ പല കാര്യങ്ങളും നമ്മൾ തെറ്റിക്കുന്നത് ഒരേ സാധനമായിരിക്കും. അപ്പോൾ റീസണിങ്ങിന് ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ എന്തെടുക്കുക, മോക്ക് എടുക്കുക. ഓക്കെ, ഒരു 2 hours എത്രയാണോ നിങ്ങൾ വേണ്ടത് ആ ഒരു 2 hours നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം എടുക്കുക. GK ഒരു മിഡ് ലെവൽ ആളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്രയും ടൈം, അതായത് നിങ്ങൾ QAക്കും ഇംഗ്ലീഷിനും വീക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് 4, 4, 8, 2 റീസണിങ്ങിനായി 10 മണിക്കൂർ സ്പെൻഡായി. ബാക്കി ടൈം എത്ര നിങ്ങൾക്ക് കിട്ടുന്നോ അത് GKക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. ബാക്കി ടൈം എത്ര കിട്ടുന്നു. ഇനി ഇംഗ്ലീഷ് വീക്കായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്ട്രോങ് ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് വേണമെങ്കിൽ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ 1, 4, 5, 2, 7 അയാൾക്ക് 3 മണിക്കൂറോളം എന്തിന് കിട്ടും, GKക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എനിക്ക് GKക്ക് ടൈം കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇംഗ്ലീഷും QAയും വീക്കാണെങ്കിൽ നമുക്ക് കുറേ കാലം GKക്ക് അധികം ടൈം കിട്ടില്ല. അപ്പം ഒരു മിഡ് ലെവലിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു 4, 4, 8, 2, 10 അതൊരു ഞാൻ പറയുന്നത് ഇംഗ്ലീഷും QAയും വീക്കായ ഒരാളെ സംബന്ധിച്ചിടത്താണ്. ഇതിൽ ഏതെങ്കിലും സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കുറച്ച് ടൈം എടുക്കാം. ബാക്കി സമയങ്ങൾ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, GKക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എഫക്റ്റീവ്ലി 12 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 4 മണിക്കൂർ ഇംഗ്ലീഷ്, 4 മണിക്കൂർ QA, 2 മണിക്കൂർ റീസണിങ്, 2 മണിക്കൂർ GKക്ക് കിട്ടും. ഓക്കെ, ഇംഗ്ലീഷ് സ്ട്രോങ് ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം GKക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. QA സ്ട്രോങ് ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം GKക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി പ്രോ ലെവൽ. ആരാണ് ഒരു പ്രോ ലെവൽ ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് 145, 150ൻ്റെ മുകളിൽ തന്നെ സ്ഥിരമായിട്ട് Tier 1 സ്കോർ ചെയ്ത ഒരാളാണ് നമുക്ക് പ്രോ ലെവൽ ആൾ എന്ന് പറയാം. ഓക്കെ, അവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ Tier 1ൻ്റെ പ്രിപ്പറേഷൻ നിർത്തിയിട്ട് Tier 2ൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. Tier 2 എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, 170ൻ്റെ മുകളിൽ Tier 1 സ്കോർ ചെയ്ത ആൾക്കാർ Tier 2 എത്രയോ കുറഞ്ഞാണ് സ്കോർ ചെയ്യുന്നത്. സോ Tier 1ഉം Tier 2ഉം ടോപ്പിക്സ് സെയിം ആണെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല.
എക്സാം പാറ്റേൺ ഡിഫറൻ്റ് ആണ്. സോ പാറ്റേൺ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് Tier 1 150 155 മുകളിൽ സ്കോർ ചെയ്യുന്ന ആൾക്കാർ Tier 2 ഷിഫ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്ന അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് കിട്ടുന്ന 3 മാസം പോരാ Tier 2 റെഡിയാക്കാൻ. ഓക്കെ. ആൻഡ് Tier 1 ജസ്റ്റ് 150 കഴിഞ്ഞ ആൾക്കാർ Tier 2 നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് Tier 1 150 മുകളിൽ കിട്ടിയ ആൾക്കാർ Tier 2 അഡ്വാൻസ് ചെയ്യണം. നിങ്ങൾ പേപ്പർ 1 അല്ലെങ്കിൽ സെക്ഷൻ 1 മാത്തമാറ്റിക്കൽ അബിലിറ്റി QA പ്ലസ് റീസണിങ് വരുന്ന ടോപ്പിക്കിൻ്റെ ടൈം കൺസ്ട്രെയിൻസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം. 60 മിനിറ്റ് കൊണ്ട് 60 ക്വസ്റ്റ്യൻ തീർക്കുക എന്നുള്ളത്. ഈ ഒരു സെക്ഷൻ 1 1 മണിക്കൂർ കൊണ്ടാണ് നിങ്ങൾ തീർക്കേണ്ടത്. ഇതിൻ്റെ കുറേ നിങ്ങൾ എന്ത് ചെയ്യണം? മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് ആ ടൈം റെഡിയാവും. ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് ബാക്കി കിട്ടണമെങ്കിൽ ഇത് മോക്ക് എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ എടുക്കുന്ന മോക്കിൽ നിങ്ങളൊരു ഓർഡർ അനുസരിച്ച് QA ആദ്യം ചെയ്യണമെങ്കിൽ QA ആദ്യം ചെയ്യുക, RA ആദ്യം ചെയ്യണമെങ്കിൽ RA ആദ്യം ചെയ്യുക. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഷിഫ്റ്റ് ചെയ്യണം. അതിൽ ഈ ഒരു സംഭവം നിങ്ങൾ ക്ലിയർ ആയിട്ട് ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് ബാക്കി വരുന്ന രീതിയിൽ നിങ്ങൾ മോക്ക് എടുത്ത് റെഡി ആയിരിക്കണം. ഓക്കെ. ആൻഡ് സെക്ഷൻ 2 ഇഷ്ടംപോലെ സമയമുണ്ട്. ഇഷ്ടംപോലെ സമയമുള്ളപ്പോഴാണ് പ്രശ്നം. നമ്മൾ വീണ്ടും തിരിച്ചു വരും. ആദ്യത്തെ റൗണ്ടിൽ നമുക്ക് വിട്ട ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ വീണ്ടും ചകഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും കുത്തുന്നൊക്കെ തെറ്റും. അതാണ് പ്രശ്നം സെക്ഷൻ 2. അപ്പോൾ സെക്ഷൻ 2 നമ്മൾ മൈൻഡ് കൃത്യമായിട്ട് വെക്കുക എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ അല്ലാതെ യാതൊന്നും തുടരുത്. സെക്ഷൻ 2 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 45 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷാണ്. 45 × 3 135 മാർക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിനാണ് വരുന്നത്. അപ്പോൾ ഈ 135 മാർക്കിൽ ഒരുപാട് ഒരു നെഗറ്റീവ് ശരിയാണെന്നൊന്ന് വിചാരിച്ചൊന്ന് കുത്തി അത് തെറ്റായിപ്പോയാൽ 4 മാർക്കാണ് നിങ്ങൾക്ക് പോവുക. ശരിയാണെന്ന് നിങ്ങൾ വിചാരിച്ച 3 മാർക്കും 1 മാർക്ക് നെഗറ്റീവിനും പോയി. അപ്പോൾ 1 മാർക്കാണ് നെഗറ്റീവ്, 1/3 ആണ് നെഗറ്റീവിന് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ഉള്ള പേപ്പറാണ് സെക്ഷൻ 2 GK പ്ലസ് ഇംഗ്ലീഷ്. അപ്പോൾ അതിൽ നിങ്ങൾ തെറ്റ് വരുത്താതെ ചെയ്യുക എന്നുള്ളതാണ്. GK നിങ്ങൾക്ക് 50+ ഉറപ്പുണ്ടെങ്കിൽ 50% പ്ലസ് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് GK ഗസ് ചെയ്യാം. ആൻഡ് ഇംഗ്ലീഷ് ഈസ് ദ കീ ടു സക്സസ്. ഇംഗ്ലീഷിൽ നിങ്ങൾ വീക്ക് ആണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ Tier 2 കടക്കില്ല. ഇംഗ്ലീഷ് വീക്ക് ആണെങ്കിൽ അത് എഴുതി വെച്ചോ. ഇംഗ്ലീഷ് നിങ്ങൾ വീക്ക് ആണെങ്കിൽ Tier 2 നിങ്ങൾ കടക്കില്ല. അപ്പോൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കില്ല. കൃത്യമായിട്ട് Day 1 മുതൽ നിങ്ങൾ പ്ലാൻ ചെയ്താൽ മാത്രമേ നിങ്ങൾ ഇംഗ്ലീഷ് Tier 2 ക്ലിയർ ചെയ്യാവുന്ന രീതിയിലേക്ക് നിങ്ങൾ ഇമ്പ്രൂവ് ആവും. കാരണം Tier 2 ക്വസ്റ്റ്യൻസ് കൂടുതലാണ്. അപ്പോൾ അതേപടി നെഗറ്റീവ്സും നിങ്ങൾക്ക് കൂടുതലാവും. ഓക്കെ. ഇനി മസ്റ്റ് ഹാവ്സ് ബുക്സ് ഫോർ പ്രിപ്പറേഷൻ. ഏതൊക്കെ ബുക്സ് നമ്മുടെ കയ്യിൽ വേണം? ഞാൻ ഏറ്റവും ആദ്യം റെക്കമെൻഡ് ചെയ്യുന്ന ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ബുക്ക് ഓഫ് ഇംഗ്ലീഷ് വൊക്കാബുലറി ആണ്. ബ്ലാക്ക് ബുക്ക് ഓഫ് ഇംഗ്ലീഷ് വൊക്കാബുലറി അതിൻ്റെ ലേറ്റസ്റ്റ് എഡിഷൻ നിങ്ങൾ വാങ്ങുക. ഇംഗ്ലീഷിന് നീതു സിംഗിൻ്റെ വോളിയം 1. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇംഗ്ലീഷിന് ഒരു 17-18 ലെവലിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ബുക്ക് നിർബന്ധമായിട്ടും വാങ്ങിയിരിക്കണം. നേരെ മറിച്ച് ഒരു 20ൻ്റെ മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ ഈ ബുക്കിന് അത്ര ഒരു നിർബന്ധമല്ല, പക്ഷേ അവർ ഈ ബുക്ക് വാങ്ങിയിരിക്കണം. ഓക്കെ. ഇനി ഞാൻ പറയുന്നത് മാത്സിന് വേണ്ടിയിട്ട് പിന്നാക്കിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം വാങ്ങുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബുക്ക് മാത്രം വാങ്ങുക. GKക്ക് വേണ്ടിയിട്ട് ലൂസൻറ്റിൻ്റെ ജനറൽ നോളജ് വാങ്ങാം. ഇനി അല്ലെങ്കിൽ നിയോൺ പബ്ലിക്കേഷൻ്റെ സ്റ്റാറ്റിക് GKൻ്റെ ബുക്കുണ്ട്. ഇവരെ തന്നെ നോർമൽ ജനറൽ നോളജിൻ്റെ ബുക്കുണ്ട്, അതും വാങ്ങാം. നിയോൺ പബ്ലിക്കേഷൻസിൻ്റെ കുഴപ്പമൊന്നുമില്ല. NCERTയുടെ ബുക്സ് വാങ്ങിക്കഴിഞ്ഞാൽ NCERTയുടെ 7, 8, 9, 10 ക്ലാസ്സുകളിലെ ബുക്സ് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഒരു കഥ പോലെ നിങ്ങൾക്ക് വായിച്ചു പോകാം എല്ലാ ടോപ്പിക്സും. അതൊക്കെ നിങ്ങൾക്ക് GK ഒക്കെ കൃത്യമായി ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 150+ എത്തണം. 150+ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് ഫോക്കസ് ചെയ്യാൻ പറ്റും. NCERT ഒക്കെ വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ NCERTൻ്റെ തന്നെ ക്യാപ്സ്യൂൾസ് അവൈലബിൾ ആണ്, അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇതിൽ കുറേ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഞാൻ കണ്ടിട്ട് നല്ലൊരു ബുക്കായി ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ലൂസൻറ്റിൻ്റെ ജനറൽ നോളജും ബുക്കായിട്ട് ഫീൽ ചെയ്യുന്നു. ഇതിൻ്റെ ഓണറായിട്ടുള്ള രാജാ സാറും ഞാനും ഒരേ കൊല്ലം SSC CGL ക്ലിയർ ചെയ്ത ആൾക്കാരാണ്. പുള്ളി രാജസ്ഥാനിലെ ടോപ്പറായിരുന്നു, ഞാൻ കേരളത്തിലെ ടോപ്പറായി. അപ്പോൾ ഇത്രയും ബുക്സ് മസ്റ്റ് ഹാവ് ബുക്സ് ആണ്. ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം പ്രിപ്പറേഷൻ ആവശ്യമുള്ള ബുക്കാണ്. ഇനി അല്ല ചിലർ സ്വയം സെൽഫ് സ്റ്റഡിയാണ് നോക്കുന്നതെങ്കിൽ അവർ QA എന്തായാലും കുറച്ച് നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ടി വരും. QA ക്ലാസ് നോട്ട്സ് കിട്ടണമെങ്കിൽ ക്ലാസ് നോട്ട്സ് നിങ്ങൾ സ്വയം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ യൂട്യൂബ് വീഡിയോ ഒന്നും നിങ്ങൾ നോക്കുന്നില്ല, സെൽഫ് പ്രിപ്പറേഷനാണ്. യൂട്യൂബ് വീഡിയോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഗഗൻ പ്രതാപിൻ്റെ അഡ്വാൻസ് മാത്സിൻ്റെ ക്ലാസ് നോട്ട്സ്, അതേപോലെ തന്നെ അരിത്മെറ്റിക്കിൻ്റെ ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. ഓക്കെ. ക്ലാസ് നോട്ട്സ്, അതായത് നിങ്ങൾ വേറൊരു യൂട്യൂബ് വീഡിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നോക്കാതെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. യൂട്യൂബ് വീഡിയോ അങ്ങനത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ ഏതെങ്കിലും കോച്ചിങ്ങിന് നിങ്ങൾ പോയിട്ടാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അവിടെ നിന്ന് കിട്ടും മെറ്റീരിയൽസും അതേപോലെ തന്നെ അതിൻ്റെ ഈ കാര്യങ്ങളും കിട്ടും, എങ്ങനെയാണ് ചെയ്യാന്നുള്ള മെത്തേഡ്സും കിട്ടും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വേറൊരു ബുക്സ് QAൻ്റെ ആവശ്യമില്ല. അവർ എന്ത് മാത്രം വാങ്ങിയാൽ മതി, ഏതെങ്കിലും ഒരു പിനാക്കിൾ അല്ലെങ്കിൽ കിരൺ ഓർ ഏതെങ്കിലും പബ്ലിക്കേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കിയാൽ മതി. നൗ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുക? ദ ആർട്ട് ഓഫ് ലേണിംഗ് ഓഫ് ഇംഗ്ലീഷ് ബുക്സ്.
എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ബുക്സ് പഠിക്കുക. അപ്പോൾ ഈ ഇംഗ്ലീഷ് ബുക്സ് പഠിക്കുക എന്ന് പറയുന്നത് ആരെ സംബന്ധിച്ചിടത്തോളം റെലവൻ്റ് അല്ല. ആരെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിൽ മോക്ക് എടുത്തിട്ട് 20ൻ്റെ മുകളിൽ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും, 40ൻ്റെ മുകളിൽ സ്ഥിരമായിട്ട് മാർക്ക് വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിൻ്റെ പഠന രീതി എന്ന് പറയുന്നത് ഒരു വിഷയമല്ല. നേരെ മറിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരാളെ ഇംഗ്ലീഷിൻ്റെ മാർക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എങ്ങനെയാണ് നമ്മൾ ബ്ലാക്ക് ബുക്ക് പഠിക്കുക? ബ്ലാക്ക് ബുക്കിൽ നമ്മൾ മെയിനായിട്ട് 4 ടോപ്പിക്സ് ആണ്. സിനോണിം, അൻറ്റോണിം, പിന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും ഇഡിയംസ് ആൻഡ് ഫ്രേസസും. ഇത്രയും സാധനങ്ങൾ നമുക്ക് SSCക്ക് വരുന്ന ഇത്രയും സാധനങ്ങൾ ഒരു 9-10 ക്വസ്റ്റ്യനോളം നമുക്ക് എന്തിലുണ്ട്? ബ്ലാക്ക് ബുക്കിൽ കവേർഡ് ആണ്. സോ ബ്ലാക്ക് ബുക്ക് എങ്ങനെ പഠിക്കാം? ബ്ലാക്ക് ബുക്കിൽ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് 1.5 മണിക്കൂർ ഒരു ദിവസം മാറ്റി വെക്കുക. ഇത് എല്ലാവരും മാറ്റി വെക്കണം, കാരണം വൊക്കാബ്സ് വീക്കായിട്ടുള്ള എല്ലാവരും ഇത് മാറ്റി വെക്കുക. 1.5 മണിക്കൂർ എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ബുക്ക് എങ്ങനെ പഠിക്കും? നിങ്ങൾ ഒരു ദിവസം ഓപ്പൺ ചെയ്യാം. ഈ 4 എണ്ണത്തിൽ അൻറ്റോണിം വേണേൽ നമുക്ക് ഒഴിവാക്കാം, കാരണം സിനോണിം നമുക്കറിയണമെങ്കിൽ അൻറ്റോണിം നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. അപ്പോൾ സിനോണിം, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയംസ്, ഈ 3 എണ്ണത്തിലും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് 2 പേജേ പഠിക്കാൻ പറ്റും, 2 പുറേ പഠിക്കാൻ പറ്റും, ചിലപ്പോൾ 1 പുറേ പഠിക്കാൻ പറ്റും, കുഴപ്പമില്ല. നിങ്ങൾക്ക് ആവുന്നത്ര നിങ്ങൾ ആ 1.5 മണിക്കൂറോട് പഠിച്ചു തീർക്കുക. നെക്സ്റ്റ് ഡേ ഇംഗ്ലീഷ് ഞാൻ കൃത്യമായിട്ട് വീണ്ടും പറയുകയാണ്, ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം GKനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്രത്തോളം റിവൈസ് ചെയ്യുന്നോ അത്രത്തോളം മാത്രമേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. പഠിക്കുക എന്നുള്ളത് ഒരു വിഷയമല്ല, നിങ്ങൾ റിവൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ചൊരു ദിവസം പഠിച്ചാൽ മതി, നിങ്ങൾ റിവൈസ് ചെയ്തുകൊടുക്കുക. നെക്സ്റ്റ് ഡേ ആദ്യ ദിവസം പഠിച്ച കംപ്ലീറ്റ് കാര്യങ്ങളും റിവൈസ് ചെയ്യാം. എന്നിട്ട് ബാക്കി സമയം ഈ 3 എണ്ണത്തിലും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. തേർഡ് ഡേ ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും പഠിച്ച കാര്യം തേർഡ് ഡേ റിവൈസ് ചെയ്യുക ആദ്യം. എന്നിട്ട് തേർഡ് ഡേ ഫ്രഷ് പുതിയത് പഠിക്കുക. എപ്പോഴും 1.5 മണിക്കൂർ ടോട്ടൽ സ്പെൻഡ് ചെയ്താൽ മതി. ഫോർത്ത് ഡേ, ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഈ 3 ദിവസം പഠിച്ചത് നിങ്ങൾ ഫോർത്ത് ഡേ ആദ്യം റിവൈസ് ചെയ്യുക, എന്നിട്ട് ഫോർത്ത് ഡേ പഠിക്കുക. ഫിഫ്ത്ത് ഡേ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഫോർത്ത് ഡേ, ഈ 4 ദിവസം പഠിച്ച് റിവൈസ് ചെയ്യുക, എന്നിട്ട് ഫിഫ്ത്ത് ഡേ ഫ്രഷ് ആയിട്ട് പഠിക്കുക. സിക്സ്ത് ഡേ ആവുന്ന സമയത്ത് ഈ ഫസ്റ്റ് ഡേൻ്റെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. 2, 3, 4. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തൊട്ട് മുന്നേത്തെ 4 ദിവസത്തെ റിവൈസ് ചെയ്യണം, 5ാമത്തെ ദിവസത്തിൽ ഫ്രഷ് ആയിട്ട് പഠിക്കുകയും വേണം. ഇത് ഓർത്ത് വെച്ചുകൂടെ, എഴുതി വെച്ചുകൂടെ. ഇങ്ങനെയല്ല നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് മറന്നു പോകും, 100% മറന്നു പോകും. ഈ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഒരു 80% ഓർമ്മ ഉണ്ടാവും. സോ ഒരു 2 വീക്സ് നിങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 2 വീക്സ് നിങ്ങൾ എടുത്ത കാര്യങ്ങൾ കംപ്ലീറ്റ് റിവൈസ് ചെയ്ത് 2 to 3 ഡേയ്സ് അതിന് വേണ്ടി മാറ്റി വെക്കുക. ഈ 1.5 മണിക്കൂർ കേട്ടോ, ഡെയിലി ഇല്ല, 1.5 മണിക്കൂറിൽ 2 to 3 ഡേയ്സ് മാറ്റി വെക്കുക. ഓക്കെ. ഇനി 1 മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 1 മന്ത് കംപ്ലീറ്റ് പഠിച്ച കാര്യങ്ങളും നിങ്ങൾ ഒരു 4 to 5 ഡേയ്സ് കൊണ്ട് റിവൈസ് ചെയ്യുക. 5 ഡേയ്സ് കംപ്ലീറ്റ് അതിന് കൊടുക്കാന്നല്ല, 5 ഡേയ്സിലെ 1.5 മണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇത്രത്തോളം ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബ്ലാക്ക് ബുക്കിലുള്ള ഓർമ്മ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാരെയാണ് ബ്ലാക്ക് ബുക്ക് ഞാൻ 1 പ്രാവശ്യം കവർ ചെയ്തു, 2 പ്രാവശ്യം കവർ ചെയ്തു, 3 പ്രാവശ്യം കവർ ചെയ്തു, പക്ഷേ അതിന് 10% പോലും ഓർമ്മ ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണ്? ജസ്റ്റ് ഒരു ദിവസം പഠിക്കുന്നു, പിറ്റേ ദിവസം പുതിയ പഠിക്കുന്നു, അതിൻ്റെ ദിവസം വീണ്ടും വേറെ പഠിക്കുന്നു, പക്ഷേ ആദ്യത്തെ ദിവസം പഠിച്ചൊന്നും റിവൈസ് ചെയ്യുന്നില്ല. ഇംഗ്ലീഷ് നിങ്ങൾക്ക് റിവിഷൻ മാത്രമാണ് ബ്ലാക്ക് ബുക്ക് പഠിക്കാൻ ഏറ്റവും ഉപകാരം. സോ ബ്ലാക്ക് ബുക്ക് ഇങ്ങനെ മാത്രമേ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റൂ, പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മയിരുന്നതിൽ എന്ത് കാര്യമുണ്ടോ? നിങ്ങൾ ഇത്രയും കവർ ചെയ്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റില്ല, എന്താ കാര്യം? സോ ഈ രീതിയിൽ നിങ്ങൾ ബ്ലാക്ക് ബുക്ക് കവർ ചെയ്യാൻ ചിലപ്പോൾ 6 മാസം 7 മാസം എടുക്കും, ഒരു വിഷയമില്ല. ആ 7 മാസം എടുത്തു കഴിഞ്ഞാലും 7 മാസം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 80% എങ്കിലും ഇതിൽ ഓർമ്മ ഉണ്ടാവും. ഓക്കെ. ഇനി അതാണ് ബ്ലാക്ക് ബുക്കിൻ്റെ കാര്യം. ഇനി നീതു സിംഗിൻ്റെ ബുക്ക് എങ്ങനെ പഠിക്കാം? അത് ഗ്രാമറും വീക്കായിട്ട് ഞാൻ പറഞ്ഞ ഇംഗ്ലീഷിനൊരു ടോട്ടൽ ക്വസ്റ്റ്യൻ 10 മുതൽ 18 വരെ നിങ്ങൾക്ക് 25ൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ നിങ്ങൾ ഇത് രണ്ടും കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാം. നിങ്ങൾ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഇത് കൃത്യമായിട്ട് നീതു സിംഗിൻ്റെ വോളിയം ഫോക്കസ് ചെയ്യാം. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഐദർ യൂട്യൂബ് വീഡിയോ ഓർ നിങ്ങൾ ഏതെങ്കിലും കോച്ചിങ് ക്ലാസ്സിൽ പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ വീഡിയോസ്, അവിടുത്തെ ക്ലാസ് നിങ്ങൾ കാണുക. ആ ക്ലാസ്സിൻ്റെ കൺസേൺഡ് അതേ ടോപ്പിക്ക് നിങ്ങൾ എന്താക്കുക, നീതു സിംഗിൻ്റെ ബുക്കിലെടുക്കുക. നീതു സിംഗിൻ്റെ ബുക്കിലെടുത്തിട്ട് ചെയ്ത് നോക്കുക. തിയറി ആദ്യം നോക്കിയതിന് ശേഷം ചെയ്ത് നോക്കുക. കിട്ടാത്തത് നിങ്ങളൊരു ബുക്കിലേക്ക് ആ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ എഴുതി വെക്കുക. ഓക്കെ. ആ നീതു സിംഗിൻ്റെ വോളിയം കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അത് ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും, ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലാണ് അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആപ്പിലാണ്, ഏതിലാണെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ആ ഒരു സെക്ഷൻ്റെ കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ചിലപ്പോൾ 10 ദിവസം എടുക്കും ഒരു ടോപ്പിക്കിൻ്റെ, കോമൺ എറേഴ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ 20 ദിവസം എടുക്കും നിങ്ങൾക്ക് ടോപ്പിക്ക് തീർക്കാൻ. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ മാർക്ക് ഒരു 10 മുതൽ 15 വരെ ആണെങ്കിൽ, അല്ലെങ്കിൽ 10 മുതൽ 15 വരെയാണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ, 25 ക്വസ്റ്റ്യനെങ്കിൽ നിങ്ങൾ 2.5 മണിക്കൂർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. സ്ഥിരമായിട്ട് നിങ്ങൾക്ക് എബോവ് 15 കിട്ടുന്നുണ്ട്, ബട്ട് ബിലോ 20 ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഒരു 1.5 മണിക്കൂർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ മാക്സിമം നിങ്ങൾ 4 മണിക്കൂർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ
നിങ്ങൾ 3 മണിക്കൂർ ടോട്ടൽ ഇംഗ്ലീഷിന് രണ്ടിനോട് ചേർന്ന് 4 മണിക്കൂർ, അല്ലെങ്കിൽ 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ട ആളെ സംബന്ധിച്ചിടത്തോളം 3 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. ആ 1.5 മണിക്കൂറാണ് നിങ്ങൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 1.5 മണിക്കൂറെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ എത്ര ദിവസം എടുക്കും, 10 ദിവസം 15 ദിവസത്തേക്ക് ഒരു ടോപ്പിക് കഴിയാൻ കുഴപ്പമില്ല. നിങ്ങൾ ആദ്യത്തെ ദിവസം എന്താണോ പഠിച്ചത് ഈ നോട്ട് ബുക്കിലേക്ക് നിങ്ങൾ മാറ്റി എഴുതുന്നത് നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തെ ദിവസം അത് വായിച്ചുകൊണ്ട് നിങ്ങൾ തുടങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് എറർ പിന്നെയും കുറയും. മൂന്നാമത്തെ ദിവസം അത് ആദ്യത്തെ 2 എണ്ണം വായിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ടോപ്പിക്ക് കഴിയുമ്പം 10ാമത്തെ ദിവസമാണ് ഒരു ടോപ്പിക്ക് കഴിയുന്നതെങ്കിൽ ആ 10ാമത്തെ ദിവസം നിങ്ങൾ ആദ്യത്തെ 9 ദിവസങ്ങളായിട്ട് നിങ്ങൾ ആ നോട്ട് ബുക്കിലേക്ക് നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ആ നോട്ട് ബുക്കിലേക്ക് മാറ്റി എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ച കംപ്ലീറ്റ് സാധനങ്ങളും പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒന്നുകൂടി റിവൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഫ്രഷ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ പാടുള്ളൂ. സോ ഇങ്ങനെ കൃത്യമായിട്ട് ഓരോരോ മാസം കഴിയുമ്പോൾ നിങ്ങൾ ആ മാസം പഠിച്ചത് കംപ്ലീറ്റ് റിവൈസ് ചെയ്യുക. ഈ നോട്ട് ബുക്ക് ആയിരിക്കണം പിന്നീട് നിങ്ങളെ ഗ്രാമറിൻ്റെ റിവിഷൻ. അപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ഈ നോട്ട് ബുക്ക് വീണ്ടും റിവൈസ് ചെയ്യുക. ഒരു 4-5 ദിവസം അതിനായിട്ട് കൊടുക്കുക. 4 ദിവസം കൊടുക്കുക, 4 ദിവസം ഫുൾ ഡേ കൊടുക്കല്ല. നിങ്ങൾക്ക് അലോട്ട് ചെയ്ത ടൈം അത് 1.5 മണിക്കൂറാണ് 1.5 മണിക്കൂർ, 2.5 മണിക്കൂറാണ് 2.5 മണിക്കൂർ. അത് നിങ്ങളെ ഓരോരുത്തരെയും ഇൻഡിവിജ്വൽ കപ്പാസിറ്റിക്ക് അനുസരിച്ചായിരിക്കണം നിങ്ങൾ ആ ടൈം ഡിവോട്ട് ചെയ്യേണ്ടത്. ആൻഡ് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ബ്ലാക്ക് ബുക്ക് ഞാൻ 4 ദിവസം അടുപ്പിച്ച് പഠിച്ചു എന്ന് വെച്ചാൽ 12 മണിക്കൂർ നിങ്ങൾ അല്ലെങ്കിൽ 10 മണിക്കൂർ ഒരു ദിവസം മൊത്തം ഇംഗ്ലീഷ് മാത്രം പഠിച്ചു, ഒരു കാര്യമില്ല. അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഒരു ദിവസം നിങ്ങൾ കൊടുക്കുന്നത് 2 മണിക്കൂറാണെങ്കിൽ 2 മണിക്കൂർ, ആ 2 മണിക്കൂർ നിങ്ങൾ എന്നും കൊടുത്തിരിക്കണം. ഇംഗ്ലീഷിന് ക്യൂക്ക് നിങ്ങൾ ദിവസം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇംഗ്ലീഷ് നിങ്ങൾ എന്നും കൊടുത്തിരിക്കണം നിങ്ങൾ വീക്ക് ആണെങ്കിൽ. എന്നാൽ മാത്രമേ നിങ്ങൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അത് 100% ഉറപ്പാണ്. നിങ്ങൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അത്രയും സമയം നിങ്ങൾ കൊടുത്തിരിക്കണം. അത് ഒരു ദിവസം ഞാൻ 10 മണിക്കൂർ കൊടുത്തു, അടുത്ത ദിവസം 1 മണിക്കൂർ, പിന്നെ ദിവസം കൊടുത്തില്ല, അതിൻ്റെ അടുത്ത ദിവസം 3 മണിക്കൂർ, അതാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ഒരിക്കലും ഇമ്പ്രൂവ് ആവില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഇംഗ്ലീഷിന് ഇൻവെസ്റ്റ് ചെയ്യുക ടൈം. ഓക്കെ, ഇനി അടുത്തൊരു എല്ലാവരെയും ചോദ്യമാണ്, ചേഞ്ചിങ് വേർഡേഴ്സ് ഹാവ് ആൻ ഇമ്പാക്റ്റ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ആര് എന്ത് വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. കാരണം അതിന് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരണം. ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ജൂണിലാണ് വരിക. അത് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റൂ. പക്ഷേ എത്രത്തോളം മാറ്റം വരുത്താൻ പറ്റും, മാക്സിമം എത്രത്തോളം മാറ്റം നിങ്ങൾക്ക് വരുത്താൻ പറ്റുക. 2010 മുതൽ 2024 വരെയുള്ള കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷന് വന്ന ക്വസ്റ്റ്യൻസ് എന്താണോ അതിലല്ലാതെ അതിൻ്റെ പുറത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരിക്കലും വരാനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 2016 TCSന് അത് ഹാൻഡ് ഓവർ ചെയ്യാൻ തന്നെയുള്ള മെയിൻ കാരണം ആ സമയത്ത് വന്ന ഗ്രീവൻസ് ആണ്. മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം SSC ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ മുന്നിലുള്ള SSC എക്സാംസ് എല്ലാം ടഫായിരുന്നു, അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണ് 2016 തൊട്ട് SSC എക്സാമിനേഷൻ സിമ്പിളാക്കിയത്. അതിൻ്റെ മാത്തമാറ്റിക്സ് ലെവൽ, അതിൻ്റെ QAൻ്റെ ലെവൽ സിമ്പിളാക്കിയത്. അപ്പോൾ ഒരിക്കലും QAൻ്റെ ലെവൽ എന്തിലേക്ക് പോവില്ല, ടഫ് ആവാൻ പോവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ മുന്നേത്തെ എക്സാം പാറ്റേണും അതിൻ്റെ മുന്നേത്തെ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും ശേഷമുള്ള 2016 ആണോ 17 ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല, അതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. ആ ഒരു കംപ്ലയിൻറ്റ് വന്നു, ഗ്രീവൻസ് വന്നു, ആ ഗ്രീവൻസ് അനാലിസിസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് കുറച്ചത്, അതിനൊരു ലെവൽ കുറച്ചത്. അപ്പോൾ എന്തായാലും ആ ലെവൽ ഇനി കൂട്ടാൻ പോവില്ല. അതിന് പാറ്റേൺ മാറുമെന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എത്രത്തോളം പാറ്റേൺ മാറിക്കഴിഞ്ഞാലും പേഴ്സൻറ്റേജിൽ നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങളല്ലാതെ അതിൽ കൂടുതൽ എന്ത് വരാനാണ്? ആവറേജിൽ ആ മെത്തേഡ് അല്ലാണ്ട് വേറെ എന്താ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്? ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ഇതല്ലാണ്ട് പിന്നെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ബോധറാവേണ്ട ഒരു ആവശ്യമില്ല. പാറ്റേൺ മാറുകയാണെങ്കിൽ എല്ലാവർക്കും മാറും, ടഫ് ആവില്ല, അത് ഉറപ്പാണ്. ചിലർ പറയുന്നുണ്ടാവും കാറ്റ് ലെവലിലേക്ക് പോകും. കാറ്റ് ലെവലിലേക്ക് ഒന്നും പോവില്ല. അതിനാണ് കാറ്റ് എക്സാം, SSC എക്സാം അല്ല. SSC എക്സാം ഇതുവരെയുള്ള സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാറ്റിൻ്റെയും ബാക്കി ബാങ്കിൻ്റെയും ഒരു മിഡിലായിട്ട് ലെവലുള്ള ഒരു സാധനമാണ് വരുന്നത്. ഒരു CDSൻ്റെ ഒക്കെ ഒരു ലെവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഇത് ഒരു പ്രാവശ്യം സ്റ്റാൻഡേർഡ് കുറച്ചതാണ്. അപ്പോൾ വീണ്ടും സ്റ്റാൻഡേർഡ് ഹൈയിലേക്ക് ഒരിക്കലും കൂട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിഗ്രി സയൻസ് അല്ലെങ്കിൽ +2 സയൻസ് പഠിക്കണം എന്നുള്ളൊരു ക്വാളിഫിക്കേഷൻ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അതൊന്നും എന്തായാലും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ബോധറാവേണ്ട ആവശ്യമില്ല. അപ്പം വെണ്ടേഴ്സ് ചേഞ്ച് ചെയ്താൽ അതിന് ഇമ്പാക്റ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ജൂണിൽ നോക്കാം. പാറ്റേണിൽ ചേഞ്ച്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്തായാലും ക്വസ്റ്റ്യൻ രൂപം ചിലപ്പോൾ മാറിയേക്കാം, പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ആയിട്ട് നിങ്ങൾ ബേസ് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ എന്താണോ അതിലൊരു മാറ്റവും വരില്ല. ഓക്കെ, ആൻഡ് ഈസ് ദിസ് ദ റൈറ്റ് ചോയ്സ് ഫോർ മീ? 2-3 കൊല്ലം പ്രിപ്പയർ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ചോദ്യമായിരിക്കും. അപ്പം അത് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടിയാണ് പഠിക്കുന്നത്. എന്നിട്ടും ഒരു വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, നമ്മളെ മാർക്ക് ഒരു വർഷത്തിൻ്റെ മുന്നേ നമ്മളെ മാർക്ക് 60-ലാണ് Tier 1ൻ്റെ മാർക്ക്. ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് 10 മണിക്കൂറൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു, ഒരു വർഷം കഴിഞ്ഞിട്ട് എൻ്റെ മാർക്ക് 70-ൽ എത്തുന്നേ ഉള്ളൂ. അത് 90-ലേക്കോ 100-ലേക്കോ എത്തിയിട്ടില്ല. 2 വർഷം കഴിഞ്ഞു, എൻ്റെ മാർക്ക് 80-ൽ കൂടുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് നിങ്ങൾക്ക് പറ്റിയ പണിയല്ല, അല്ലെങ്കിൽ ഇതിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ വേഗം ഷിഫ്റ്റ് ചെയ്യണം. അല്ല, നിങ്ങൾ ആദ്യത്തെ വർഷം 60-ന് 90-ആയി, രണ്ടാമത്തെ വർഷം 90-ന് 120, അത് അങ്ങനെ കൂടൂ. ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. അങ്ങനെയാണെങ്കിൽ 3-ാമത്തെ വർഷം അല്ലെങ്കിൽ 4-ാമത്തെ വർഷം ഈ 120-150 ആവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക.
ഓക്കെ, സോ എൻ്റെ റൈറ്റ് ചോയ്സ് ആണോ എന്ന് മനസ്സിലാവേണ്ടത്. നിങ്ങൾ പ്രോപ്പറായിട്ട് സ്ട്രാറ്റജി വെച്ചിട്ട്, ഒരു സ്ട്രാറ്റജിയും ഇല്ലാതെ നിങ്ങൾ പോയിട്ട് ഞാൻ ഒരു വർഷം എന്തൊക്കെയോ പഠിച്ചു, ഇൻവെസ്റ്റ് ചെയ്തു, ടൈം ഇൻവെസ്റ്റ് ചെയ്തു, ഒന്നും ആയില്ല. അത് അങ്ങനെയാണ്. നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ കണ്ടന്റ് അങ്ങനെ അവിടെ കിടക്കും. അത് ആ മാർക്ക് കോൺസ്റ്റൻ്റ് ആക്കി. ഇപ്പോൾ പലരെയും മാർക്ക് 120 റേഞ്ചിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് കിടക്കും. എന്തുകൊണ്ട് അതിൽ കൂടാത്തത്? 120 നിങ്ങൾക്ക് കൂടാത്തത് നിങ്ങൾക്കൊരു പ്രോപ്പർ സ്ട്രാറ്റജി ഇല്ല. എവിടെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ആ മാർക്ക് 120 കൂടാത്തത്. 120, 130 റേഞ്ചിൽ കിടക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അവർ കൂടാത്തത് അതുകൊണ്ടാണ്. നിങ്ങൾ പ്രോപ്പർ സ്ട്രാറ്റജി നിങ്ങൾക്ക് വർക്കൗട്ട് ആവായിട്ടാണ്. ആ പ്രോപ്പർ സ്ട്രാറ്റജിയിൽ നിങ്ങൾ പഠിച്ചു, നിങ്ങൾ 120 മാർക്ക് നിങ്ങൾക്ക് കൂടുന്നില്ല. ഒരു വർഷം നിങ്ങൾ പ്രോപ്പർ സ്ട്രാറ്റജിയിൽ പഠിച്ചു, നിങ്ങൾക്ക് 120 ആണ് അതിൻ്റെ മുന്നേതും, ഇപ്പോഴും 120 തന്നെയാണ്, മാർക്ക് കൂടുന്നില്ലെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ടൈം ഫോർ മീ ടു സ്റ്റോപ്പ്. അല്ല, കൂടുന്നുണ്ട്. കാരണം 120 ഞാൻ പറഞ്ഞു, 120 കൂടുക എന്ന് പറയുന്നത് 150 എത്തുക എന്ന് പറഞ്ഞു വരുന്നത് ആ ഒരു ഏരിയ, വലിയ ഏരിയയാണ് കവർ ചെയ്യാനുള്ളത്. അപ്പം ഒരു 100 തീരെ കൂടുന്നില്ലെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു വർഷം പ്രോപ്പർ സ്ട്രാറ്റജിയിൽ പ്രിപ്പയർ ചെയ്തു, നിങ്ങളുടെ മാർക്കിൽ വലിയ കൂടലൊന്നുമില്ലെങ്കിൽ ഇറ്റ്സ് എ റൈറ്റ് ടൈം ഫോർ യു ടു സ്റ്റോപ്പ്. അവിടെയാണ് നിങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടത്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മോക്ക് ഇമ്പോർട്ടൻ്റ് ആണോ, Tier 1 മോക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? Tier 1 മോക്ക് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, Tier 1 എക്സാം 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആൻഡ് 5 മിനിറ്റ്സോളം നിങ്ങൾക്ക് ബാക്കിയുമുണ്ട് എന്ന് എപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നോ അപ്പം നിങ്ങൾക്ക് മോക്ക് എടുക്കുന്നത് നിർത്തണം. പിന്നെ നിങ്ങൾക്ക് മാർക്ക് കൂടണമെങ്കിൽ നിങ്ങളെ കണ്ടന്റ് കൂടണം, നിങ്ങൾ ടോപ്പിക് വൈസ് മോക്ക് എടുക്കണം. ഡെയിലി 2-3 മോക്ക് എടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യമില്ല, നിങ്ങളെ കണ്ടന്റ് കൂടുന്നില്ല, നിങ്ങളെ മാർക്കും കൂടില്ല. സോ മാർക്ക് നിങ്ങൾക്ക് കൂടണമെങ്കിൽ നിങ്ങൾ ടോപ്പിക് വൈസ് മോക്ക് എടുക്കണം. മോക്കിനെ കൊണ്ട് SSCക്കുള്ള ഒരേ ഒരു ഉപകാരം എന്ന് പറയുന്നത് ടൈം നിങ്ങൾക്ക് കൃത്യമായിട്ട് പാലിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാമെന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾ വീക്കിലി 1-2 മാക്സിമം മോക്ക് എടുക്കുക. അതിൽ കൂടുതൽ നിങ്ങൾ എന്തെടുക്കേണ്ട, മോക്ക് എടുക്കേണ്ട ആവശ്യമില്ല. Tier 2 നേരെ മാറും. Tier 2 സെക്ഷൻ 1 മോക്ക് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം എടുക്കണം. കാരണം ആ ടൈം റെഡിയാക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ ടൈം റെഡിയാക്കുക എന്നുള്ളത്. ഓക്കെ, ഇനി വളരെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെ GK-നെ പറ്റി ഇതിന് ഞാൻ തീരെ പറഞ്ഞിട്ടില്ല. GK നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ പറയാം, നമ്പർ ഞാൻ എഴുതാം. ആ നമ്പറിൽ നിങ്ങൾ എന്താക്കിയാൽ മതി, കോൺടാക്റ്റ് ചെയ്താൽ മതി, വാട്സപ്പ് ചെയ്താൽ മതി. എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പം ഒരു കാരണവശാലും നിങ്ങളെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. മലയാളികളുടെ എണ്ണം 1% കുറവാണ് ക്വാളിഫൈ ചെയ്യുന്നത്. അതൊരു 5%-ലേക്കെങ്കിലും നമുക്ക് എത്തിക്കണം അടുത്തൊരു 3-4 വർഷങ്ങൾ കൊണ്ട്. അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.